നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ അവരുടെ രണ്ടാമത്തെ മത്സരം ഗംഭീര വിജയം നേടിയിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ആരാധകർ കാത്തിരുന്ന ആ നിമിഷങ്ങൾ, ക്രിസ്ത്യാനോയുടെ ഗോളുകൾ നമ്മൾ കണ്ടു. സോ നമ്മോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടി കളി നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. ക്രിസ്ത്യാനോ ഇന്നലത്തെ പെർഫോമൻസിന് ശേഷം ഐ ആം ബാക്ക് എന്ന് ആ ക്യാമറയെ നോക്കി പറയുന്നുണ്ട്. ശരിക്കും ക്രിസ്ത്യാനോ തിരിച്ചെത്തി എന്നൊരു ഫീലല്ലേ ഇപ്പോൾ ഉള്ളത്? 2 തരത്തിലുള്ള ബോഡി ലാംഗ്വേജ്. ആദ്യത്തെ മത്സരം എന്നുള്ള വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ്. ഇന്നലത്തെ ആ ഒരു 6ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതിന് ശേഷം കൂടുന്നുള്ള കളി കഴിയുമ്പോഴും അതിന് ശേഷമുള്ള മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജ് 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്. അത് ശരിക്കും ക്രിസ്ത്യാനോ ഹിസ് ബാക്ക് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള തന്നെയാണ്. അതാണ്, ക്രിസ്ത്യാനോ ഗോളടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചാണ് അദ്ദേഹത്തിൽ നിന്ന് ചില ജസ്റ്റേഴ്സ് ഒക്കെ വരും എന്നുള്ളത്. കാരണം അദ്ദേഹം അത്ര അധികം ഈ ഗോളുകൾക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 മത്സരങ്ങൾ, മേജർ ടൂർണമെൻറ്റുകളിൽ പോർച്ചുഗലിനായിട്ടുള്ള 10 മത്സരങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനോക്ക് ഒറ്റ ഗോള് പോലും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രയധികം ആഗ്രഹിച്ചിരുന്നു ഗോൾ അടിച്ചിട്ട്. അതാണ് അദ്ദേഹം ഐ ആം ബാക്ക് എന്ന് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം കളിയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടൊന്നുമില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ കളി അദ്ദേഹം കളിച്ചാണ്. പിന്നെ ഐ ആം ബാക്ക് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്, ഏത് പോരാ, പെർഫോമൻസ് കൂടി മികച്ചതാക്കണം എന്ന് അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഉസ്ബെക്കിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ കളിയിലെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇല്ലാതിരുന്ന കുറേ കാര്യം, ഇപ്പോൾ കുറച്ച് ക്രോസുകൾ വന്നത്, ക്രിസ്ത്യാനോയിലേക്ക് കൂടുതൽ ഓറിയൻറ്റഡ് ആയി കളിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായില്ലേ? ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിക്കാരിലെ ഒരു റാപ്പോ, കളിക്കാർക്കറിയിലെ ഒരു ഹാർമണി, ശരി വളരെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രകടമായിരുന്നു. ഓരോ ഇപ്പോൾ സെറ്റ് പീസുകൾ ഫ്രീ കിക്ക് എടുത്ത സമയത്ത് മറ്റുള്ള അവസരങ്ങളിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും തമ്മിലുള്ള കണക്ഷൻ ഇല്ല. അതേപോലെ തന്നെ ചില മറ്റുള്ള താരങ്ങളുമായിട്ടൊന്നും ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു റാപ്പോ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് എന്താണെന്ന് ഇപ്പോൾ നിലവിൽ പോർച്ചുഗലിൻ്റെ ഫാൻസിനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതാണ്, ഒരു കാര്യമില്ലാതെ സഹതാരങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിച്ചവർ ഈ കളി ഒന്ന് കണ്ണു തുറന്ന് കാണണം. അതുമാത്രമല്ല, ക്രിസ്ത്യാനോ കളിക്ക് ശേഷം പറയുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഔട്ട്സൈഡ് നോയ്സുകൾ വന്നു, ഞങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, വളരെ നല്ല ഒരു ക്ലോസ് ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഓരോ ആളും, അതായത് ആരൊക്കെയാണോ ഈ സഹതാരങ്ങളായിട്ടുള്ള വിറ്റീഞ്ഞ, ജോവോ നവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് പോയിട്ട് തെറി വിളിച്ചത് അവർ കേൾക്കണം. അത് അവർക്കുള്ള മറുപടി. അല്ലാതെ തൻ്റെ സഹതാരങ്ങളെ തെറി പറഞ്ഞാൽ ക്രിസ്ത്യാനോക്ക് സന്തോഷമാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്ത്യാനോ എന്ന ഫുട്ബോളറെ നിങ്ങൾക്ക് അറിയില്ല, ക്രിസ്ത്യാനോ എന്ന പച്ചയായ മനുഷ്യനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അത് നമ്മൾ എവിടെയും പറയുകയും ചെയ്യും. ഏതായാലും കളിയിലേക്ക് തന്നെ നമുക്ക് വരാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ 6ാമത്തെ മിനിറ്റിൽ തന്നെ ഫസ്റ്റ് ഗോൾ വരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു ആവേശത്തിൽ ഒരു ഹാട്രിക് അദ്ദേഹം ആഗ്രഹിച്ചെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം 90 കഴിഞ്ഞ കളിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനമായിരുന്നു പോർച്ചുഗലിൻ്റെ. നമ്മൾ ആദ്യം വിചാരിച്ചു ജാവനോസ് ആദ്യത്തെ കളിയിൽ ഗോളടിച്ചപ്പോൾ ഒരു തിരമാലയൊക്കെ ആർത്തലച്ച് വരും, ഒരുപാട് ആക്രമണം ഗോളുകളൊക്കെ വരും എന്ന് വിചാരിച്ചു. പക്ഷേ 2ാമത്തെ കളിയിലേക്ക് വന്നപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് ആദ്യത്തെ ഗോളടിച്ച് പിന്നെ ഗോൾദാഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അടിക്കണം. കളിക്കാർക്കിടയിലുള്ള വളരെ ഒത്തിണക്കം വളരെ പ്രകടമായിരുന്നു. പക്ഷേ ടീമിൽ വ്യത്യാസം ഉണ്ടാവാം. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടീമായിരിക്കും. തീർച്ചയായിട്ടും യൂറോപ്പിലെ എലൈറ്റ് ക്ലബ് പ്ലേയേഴ്സ് കളിക്കുന്ന പോർച്ചുഗലിനായിട്ട് ഒരിക്കലും മാച്ച് ആയിരുന്നില്ല ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ എന്നാലും അവർ കളികൾക്കിടയിലുള്ള അപ്പോൾ വളരെ ഒരു ചെറിയ ടീമായിട്ട് പോലും അവർക്കെതിരെ നിസ്സാരവൽക്കരിക്കാതെ നല്ല രീതിയിൽ ജയിക്കണം, നല്ല മാർജിൻ തന്നെ വിജയിക്കണം, ഒത്തിണക്കത്തോടെ കളിക്കണം എന്നുള്ള ഒരു മനോഭാവം പ്രകടമായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ആദ്യ കളിയിൽ കിട്ടിയിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടി ഫലമായിട്ട് സംഭവിച്ചതാവണം. പിന്നെ ഇതിലിപ്പം ആദ്യ ഗോൾ അടിക്കുന്നു ക്രിസ്ത്യാനോയുടെ ആ ഒരു കിഡിലൻ ഫിനിഷിങ് തന്നെയായിരുന്നു അതല്ലേ? ജാവോ കൺസേല കൊടുത്ത ഗോളുകൾ നല്ല സൂപ്പർ ഫിനിഷിംഗ്, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ക്രിസ്ത്യാനോയെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, നമ്മളിപ്പോൾ ഏജുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം പറയാനുള്ള എനിക്കൊരു തോന്നിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ നിലവിലെ ഏറ്റവും ഉപയോഗപ്പെടുത്താവുന്ന സ്ട്രൈക്കിംഗ് പൊസിഷനിൽ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗം നമ്മൾ ആദ്യ പകുതിയോ അല്ലെങ്കിൽ സൂപ്പർ സബായിട്ടോ ഇപ്പോൾ 2ാം പകുതിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ 2 ഗോളും വന്നിട്ടുള്ളത് 6ാമത്തെ മിനിറ്റിൽ 39ാം മിനിറ്റിലാണ് ഈ 2 ഗോളുകൾ വന്നിട്ടുള്ളത്.
ആ ടൈമിൽ ആക്ച്വലി എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷാണ്, വളരെ ബോഡി ഫിറ്റാണ്, ഫിസിക്കലി എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു രീതിയിലാണ് മൂപ്പർ ഉണ്ടായിരുന്നത്. ബോഡി ബാലൻസ് ഉണ്ടായിരുന്നു, ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോള് നല്ല ഒരു ക്യാൻസലോയുടെ ഒരു ക്രോസ് എന്നാണ് വരുന്നത്. ഒരു പെർഫെക്റ്റ് പൊസിഷനിങ്, ആ ടൈമിംഗ് ആണ്. അതിന് മുമ്പ് ശരിക്കും മൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കാനായിരുന്നു ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ചെറിയ വ്യത്യാസം ക്രിസ്ത്യാനോ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ കരുതി ക്രിസ്ത്യാനോക്ക് എത്തുന്നില്ലേ, സ്പീഡില്ലേ, വേഗത. പക്ഷെ ഇത് കറക്റ്റ് കണക്ട് ചെയ്തെന്നല്ല, ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടായിരുന്നുള്ളതാണ്. നല്ലൊരു ക്രോസും നല്ല രീതിയിലുള്ള ടൈമിങ്ങും ഒരു പെർഫെക്റ്റ് ഫിനിഷ് ആയിരുന്നു, നല്ല രീതിയിലുള്ള ഗോളായിരുന്നു. സോ ആദ്യ ഗോള് നല്ല ഗോള് വന്നു. രണ്ടാമത്തെ ഗോള് ക്രിസ്ത്യാനോയുടെ ഗോളല്ല, രണ്ടാമത്തെ ഗോള് നമ്മുടെ ഒരു ഫ്രീ കിക്ക് അടിച്ച ഗോള്. ആ ഫ്രീ കിക്ക് ഇവർ തമ്മിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. എന്താ പറയാ, ഒരു ശരിക്കും ഒരു ഷോർട്ട് മൂവിയിൽ കാണുന്ന തരത്തിലുള്ള ഒരുപാട് തരങ്ങൾ അഭിനയ സംഭവങ്ങളൊക്കെ കണ്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോ ആക്ച്വലി എന്ന് പറയുന്നത് ഇവരുടെ ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് തൽക്കാലം സാധാരണ ഉണ്ടാകുന്ന മാനറിസം, ഓക്കെ, ആ പോസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാൻസ്. പക്ഷെ ആ രീതിയിൽ നിന്നിട്ട്, പക്ഷെ അവര് ഓൾറെഡി അറിയുന്ന ആരാണ് കിക്ക് എടുക്കുക എന്നുള്ളത്. അത് അടിക്കുന്നു. ക്രിസ്ത്യാനോ ഒപ്പം തന്നെ അത് ആഘോഷിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. പലരും അങ്ങനെ പറയാറുണ്ട്, സഹതാരങ്ങൾ ഗോൾ അടിച്ചാൽ ക്രിസ്ത്യാനോ ആഘോഷിക്കാറില്ല എന്നുള്ളതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെയാണ് ആദ്യം കൈ ഉയർത്തി ആഘോഷിക്കുന്നത്. അതിനുശേഷം അത് ഈ 17ാമത്തെ മിനിറ്റിലെ ഈ രണ്ടാമത്തെ ഗോളും ഉസ്ബക്ക് വഴങ്ങിയതിനു ശേഷം ഉസ്ബക്ക് ഒരു ശ്രമം നടത്തുന്നുണ്ട്, അല്ലേ, ശരിക്കും അറ്റാക്ക് ചെയ്ത് കളിക്കാം. അപ്പൊ അവര് തുടക്കത്തില് അവരങ്ങനെ കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാ. അത് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു കൺസിസ്റ്റൻസി പ്രശ്നമാണ്. അതേപോലെ ഒരു ഉസ്ബക്ക് പോലുള്ള ഒരു ചെറിയ ടീം ശരിപ്പോൾ പരിശീലിപ്പിക്കുന്നത്, അവരിലിപ്പോൾ എടുത്തു പറയാവുന്ന പ്ലെയർ എന്ന് പറയുന്നത് നമ്മൾ സുനോ മാത്രമാണ്. ഒരു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡറാണ് അവർ മാത്രം. ബാക്കിയുള്ളവരെ സംബന്ധിച്ചൊന്നും ഇന്റർനാഷണൽ കൂടുതലായിട്ട് പരിചയസമ്പത്ത്, വലിയ വേദികളിൽ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളൊന്നും വെച്ചുള്ള വലിയ ടീമുകളായിട്ട്, ഇപ്പൊ ഇതുപോലുള്ള പോർച്ചുഗൽ പോലെയുള്ള ഒരു എലൈറ്റ് ടീമിനായിട്ടൊന്നും മത്സരിച്ചിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഗ്ലിംസ് ഉണ്ടായിരുന്നു, ഫ്ലാഷ്, അതേപോലെ ഇടക്കിടക്ക് നല്ല രീതിയിലുള്ള നീക്കങ്ങള്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നിയത് ബെറ്ററായി തോന്നിയിട്ടുള്ളത് 5 ഗോളുകൾ അവർ വഴങ്ങി. ഒരു പക്ഷേ നമ്മുടെ ഈ കേപ്പ് വെറുതെ അതേപോലെ തന്നെ പോലെയുള്ള ചില ടീമുകളൊക്കെ സ്വീകരിച്ചെന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഫുള്ളി ഡിഫൻസിലേക്ക് ഇറങ്ങിയിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് മാത്രം കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ഗോൾ അധികം വഴങ്ങാതെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ടാക്കാൻ സാധ്യത. പോർച്ചുഗൽ തോൽക്കുന്നല്ല പറയുന്നത്, പക്ഷെ ഈ മാർജിനിലൊക്കെ ചിലപ്പോൾ പക്ഷെ അവരതിന് നിന്നില്ല. അവര് ഗോൾ അടിക്കാൻ തിരിച്ചടിക്കാൻ പറ്റുമോ നോക്കിയാ 2 ഗോളിന് ശേഷം. പിന്നെ ഒരു കിടിലൻ ഷോട്ട് അടിച്ച് വലയിൽ കയറ്റം ചെയ്തു, പക്ഷെ അത് ഫൗള് വിളിച്ചു, അല്ലേ. അത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിലെ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാവുമായിരുന്നു. അതൊരു വാർണിംഗ് സൈനുമാണ് പോർച്ചുഗലിന്. ശരിക്കും കൊളംബിയക്കെതിരെ കളിക്കുമ്പോൾ അത്തരത്തിലുള്ള ലോങ് റേഞ്ച് ഷോട്ടുകൾ വരാം, അത് ഒരു വാർണിംഗ് സൈനാണ്. പക്ഷെ ആ ഒരു സംഭവം നടത്തി എന്നല്ലാതെ പോർച്ചുഗലിനെ പോലെ ഒരു ടീമിനോട് 90 മിനിറ്റ് ഇപ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെയാണ് ക്രിസ്ത്യാനോന്റെ രണ്ടാമത്തെ ഗോൾ. അത് ഒരു പക്ഷേ ഈ ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് വന്ന ഒരു സ്പേസ് ഓപ്പൺ അപ്പ് ആയതെന്ന് തോന്നുന്നു. കാരണം ബ്രൂണോയുടെ ബോൾ കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനോക്ക് ഫ്രീ ആയിട്ട് അങ്ങ് പോകാൻ പറ്റുകയാണ്. അതിൽ നിന്ന് വന്ന സംഭവമാണത്. അത് തന്നെ അസിസ്റ്റ് ചെയ്തതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ത്രൂ ബോളാണ് കൊടുത്തത്. അത് ക്രിസ്ത്യാനോ ഉണ്ട്. സാധാരണ ഇതിൽ ചിലപ്പോ ഈ ടൈമിലൊക്കെ റീസെന്റിലൊക്കെ ക്രിസ്ത്യാനോക്ക് ഈ രീതിയിൽ ഒരുപാട് പുറത്തേക്ക് അടിച്ചിട്ടുള്ള വളരെ കൃത്യത കൂടി പോസ്റ്റിന്റെ ആ ഒരു ലെഫ്റ്റ് കോർണറിലേക്ക് നല്ല രീതിയിൽ വളരെ കാമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ കാമായിട്ടാണ് ആ ബോളായിട്ട് ക്രിസ്ത്യാനോ പോയത്. ഗോൾ കീപ്പർ നേരെ മറുഭാഗത്തേക്ക് പോയപ്പം വളരെ സിമ്പിളായിട്ട് അങ്ങ് ഉരുട്ടി വിടുകയാണ് വലയിലേക്ക് ചെയ്തത്. അതൊരു സൂപ്പർ ഫിനിഷിംഗ് ആയിരുന്നു. ആ ഗോൾ വരുന്നത് 39ാമത്തെ മിനിറ്റിലാണ്. അപ്പം ശരിക്കും ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് പോർച്ചുഗൽ കളിക്കളം വിടുന്നത്. രണ്ടാം പകുതിയിൽ ക്രിസ്ത്യാനോ ഒരു ഹാട്രിക് പ്രതീക്ഷിച്ചിരുന്നു. ക്രിസ്ത്യാനോക്ക് 2 ഗോൾ അടിച്ചതിന് ശേഷം ഒരു 3 ചാൻസെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഹാട്രിക് അടിക്കാനുണ്ടായിരുന്നു. ഇതിൽ ഞാൻ പറയാനുള്ള സംഭവം വെച്ചെങ്കിൽ ഇത് ഫാൻസിനെതിരായി അല്ലെങ്കിൽ എതിരായിട്ട് പറയുന്നൊന്നല്ല, അതാണ് വസ്തുതകളാണ് നമ്മൾ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രിസ്ത്യാനോയുടെ നമുക്ക് ഇറക്കുകയാണെന്നെങ്കിൽ നല്ല സ്ട്രൈക്കറായിട്ട് ഒരു ഫസ്റ്റ് 45 മിനിറ്റ്സിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അടുത്ത 40 ഒന്നുകിൽ അങ്ങനെ ഇറങ്ങാം, 45 മിനിറ്റിൽ ഏതെങ്കിലും നമ്മുടെ ഗോൺസാലസ് പോലെയുള്ള റാമോസിനെ പോലെയുള്ളവരെ സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കിയിട്ട് രീതിയിലൊക്കെ പരീക്ഷിക്കാം.
അല്ലെങ്കിൽ റൊണാൾഡോ എന്ത് വെച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇതേപോലെ തന്നെ 45 മിനിറ്റ് സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ഇറക്കിയിട്ട് അങ്ങനത്തെ രീതിയിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ കണ്ടത് 3 ചാൻസുകൾ അവിടെ നമ്മൾ കണ്ടത് ഒരു 90 മിനിറ്റ് കളിപ്പിക്കുമ്പോൾ കാണുന്ന സംഭവിച്ചില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറേയൊക്കെ മൂപ്പരുടെ ഒരു ബാലൻസ് പോകുന്നുണ്ട്. അതുവഴി ഷോട്ടിൻ്റെ അക്യുറസി, നമ്മുടെ കണക്ടിവിറ്റി, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു കോർഡിനേഷൻ ഉണ്ട്, നമ്മൾ ആ സംഭവങ്ങളിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഏജിന്റെ ഒരു വിഷയമാണ്. സ്വാഭാവികമാണ്, മനുഷ്യരാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതാണ് അത്രേ ഉള്ളത്. അപ്പോൾ ഇതില് സത്യം പറഞ്ഞാൽ 2-3 ചാൻസുകൾ ബിഗ് ചാൻസ് മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാന നിമിഷത്തിലും, അതായത് കളി ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിന് കുറച്ച് മുമ്പും ക്രിസ്ത്യാനോക്ക് ഹാട്രിക്കിനുള്ള ഒരു അവസരം വന്നിരുന്നു. ഒരു പക്ഷേ ഒരു 60 മിനിറ്റിലൊക്കെ ക്രിസ്ത്യാനോ പിൻവലിച്ച് ഗോൺസാലോ റാമോസിനെ ഇറക്കാമായിരുന്നു. അതൊരു പക്ഷേ ഇറക്കാതിരുന്നിട്ടുള്ളതിന് ഒരു കാരണം ഹാട്രിക് അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം മെസ്സി ഒരു ഹാട്രിക് അടിച്ച് അടുത്ത 2 ഗോൾ അടിച്ച് മെസ്സി 5 ഗോൾ അടിച്ച് നിൽക്കുകയാണ്. ഒരു ഹാട്രിക് അടിക്കാനുള്ള ഒരു ടൈമിൽ അതെ 2 ഗോൾ അടിച്ചപ്പോൾ ഒരു പക്ഷേ മുഴുവൻ സമയം കളി ഒരു പക്ഷേ 3-4 ഗോളൊക്കെ അടിക്കാവുന്ന സാഹചര്യം വന്നിരുന്നു. ഉസ്ബെക്ക് പോലുള്ള ടീമാണ്. കാരണം വളരെ ഉസ്ബെക്കിനെ സംബന്ധിച്ച് ഒരിക്കലും മാച്ച് ആയിരുന്നില്ല, കോമ്പീറ്റ് ചെയ്യാനുള്ള വൾണറബിൾ, അതുപോലെ പാസ് മിസ് പാസുകള്, അതേപോലെ തന്നെ അവിടെയുള്ള ബാക്കിൽ തന്നെ നമ്മളിപ്പോൾ ഒഴിച്ചെടുത്തെങ്കിൽ അപ്പോൾ ഒരു ഓൺ ഗോളൊക്കെ വന്നു, അവിടെ ഓൺ ഗോൾ വന്നു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതേപോലെ തന്നെ ആ ഒരു വൾണറബിലിറ്റി ഡിഫൻസിൽ നല്ലൊരു പ്രകടമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പം ഉസ്ബെക്കിന് ഇപ്പോൾ അതുകൂടി നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. അപ്പോൾ ഈ 54-ാം സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ ഉസ്ബെക്ക് ഉള്ളത്. ഉസ്ബെക്കിനെതിരെയുള്ള വിജയം ഒരു മഹത്തായ മഹാസംഭവം എന്ന രൂപത്തിൽ നമ്മൾ കാണേണ്ടതില്ല. പക്ഷേ അത് ആവശ്യമുള്ള വിജയമായിരുന്നു. ആദ്യ കളി സമനിലായതുകൊണ്ട് ഇത്രയും ഒരു നല്ല ഗോൾ മാർജിനിൽ വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇനിയിപ്പം വരാനുള്ളത് കൊളംബിയക്കെതിരെയുള്ള കളിയാണ് എന്നുള്ളതുകൊണ്ട് കൊളംബിയ ഇപ്പോൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഈ വരുന്ന കളി പോർച്ചുഗൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 4 പോയിന്റാണ്, സമനില പിടിച്ച 5 പോയിന്റ്, പോർച്ചുഗൽ 2ാം സ്ഥാനം. അത് മാത്രമല്ല ഗ്രൂപ്പിലെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ നിലവില്. അത് മാത്രമല്ല ഇപ്പോൾ കെ ഗ്രൂപ്പ് ആണല്ലോ. കെ ഗ്രൂപ്പിലെ ചാമ്പ്യൻസിനെ DEIJL ഈ ഗ്രൂപ്പുകളിലെ 3ാം സ്ഥാനക്കാരെ നേരിട്ടാൽ മതി. നേരെ മറിച്ച് റണ്ണേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? എല്ലിലെ റണ്ണേഴ്സ്. അതാണ് ഒരു വിഷയം. ഒരു പക്ഷേ ഏതും ആവാം. ഇപ്പൊ അവിടെ സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലണ്ട് ആവാം, അല്ലെങ്കിൽ ഘാന ആവാം, ക്രൊയേഷ്യ ആവാം. ഇതിലേത് വരാം. കൂടുതൽ സാധ്യത ഇപ്പൊ നിലവിൽ ക്രൊയേഷ്യ, ഘാനയാണ്. ഏതൊക്കെയോ ടീം ആവാം വരുന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം കൊളംബിയക്ക് 6 പോയിന്റ്, കൊളംബിയ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അടുത്ത കളിയിൽ ഇപ്പോൾ കൊളംബിയയോട് സമനില പിടിച്ചാൽ 5 പോയിന്റായി 2ാം സ്ഥാനം കൊണ്ട് പോർച്ചുഗൽ പോകും. ജയിച്ചാൽ 7 പോയിന്റായി 1ാം സ്ഥാനം കൊണ്ട് കയറാം. അതിൽ തോൽക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുന്നല്ല പറയുന്നത്, തോറ്റാൽ കോങ്കോ ഉസ്ബെക്കിസ്ഥാൻ തോൽപ്പിച്ച കോങ്കോക്ക് 4 പോയിന്റ് ആവും. പിന്നെ ഗോൾ ഡിഫറൻസ് ആയിരിക്കും അവിടെ നോക്കുക. അപ്പോൾ ഇവിടെ ഈ 5 ഗോളിൻ്റെ വിജയം അപ്പോഴും ഗോൾ ഡിഫറൻസിൽ പോർച്ചുഗലിനെ സഹായിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ അവസാനത്തെ ഗോൾ കൂടി പോർച്ചുഗലിന് ഇപ്പം നിലവിൽ ഇപ്പം 4 പോയിന്റ്സ് ആണ് ഉള്ളത്. അതെ, കൊളംബിയ ജയിച്ചു കഴിഞ്ഞു. കൊളംബിയ പോർച്ചുഗൽ കളി കൊളംബിയക്ക് ഒരു സമനില മതി. കൊളംബിയക്ക് സമനില മതി. 1ാം സ്ഥാനം നിലനിർത്താൻ വേണ്ടി അവർക്ക് സമനില മതി എന്നുള്ളതാണ് അവിടുത്തെ. പോർച്ചുഗലിനെ വിജയിച്ചേ തീരും 1ാം സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ. പക്ഷെ അവിടെ കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം അവർ ചില പരീക്ഷണങ്ങൾക്കൊക്കെ മുതിർന്നേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. കാരണം അവർക്ക് ഇപ്പോൾ ഒരു പക്ഷേ എങ്ങനെയാവും റൗണ്ട് ഓഫ് 32 വരിക എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അവര് വിജയത്തിൽ കുറഞ്ഞൊന്നും നോക്കൂല. സമനില അറ്റ്ലീസ്റ്റ്, കാരണം സമനില ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോൽവിയിലേക്ക് പോകുന്നതിന് നല്ല ജയിക്കാൻ വേണ്ടി കളിക്കുന്നത് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത. കൊളംബിയ ഇന്ന് ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നടന്ന കളി അവസാന നിമിഷമാണ് ഗോൾ അടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അതുവരെ അവർ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മുടെ. അപ്പൊ അങ്ങനെ വരുമ്പോ, അതായത് DR കോങ്കോ അവരെ ശരിക്കും ഒന്ന് വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം മുനോസിന്റെ ഗോള് വന്നവര് വിജയിച്ചു എന്ന് പറഞ്ഞാൽ, അവസാനം പറഞ്ഞാൽ കളിയുടെ അങ്ങേയറ്റത്ത് പോയിട്ടൊന്നല്ല, ഒരു 10-70 മിനിറ്റ് ശേഷം അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കളിയാണ് കൊളംബിയ കളിച്ചത്. നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. കോങ്കോയുടെ ഗോൾ കീപ്പറും നന്നായിട്ട് എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അപ്പം അവസാനത്തെ ഗോള് വന്നത് നമ്മുടെ ആ ഒരു റാഫേൽ ലിയാവോയുടെ ഗോള്. അതും ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനോയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്ന ഒരു ബോളായിരുന്നു അല്ലേ. ക്രിസ്ത്യാനോ അത് വളരെ ഈസിലി ഫിനിഷ് ചെയ്യുകയും ചെയ്തേനെ. പക്ഷെ ഡിഫൻഡർ അവിടെ ക്ലിയർ ചെയ്ത് അതാണ് ലിയാവോക്ക് ബോൾ പോയത്. ലിയോ അത് ഫിനിഷ് ചെയ്തു. ഏതായാലും 5-0 തകർപ്പൻ ചെയ്യും. ഇനി കളിക്ക് ശേഷം ഫാബിയോ കന്നവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനോയായിട്ട് കളിച്ചിട്ടുള്ള ആളാണ്,
ക്രിസ്ത്യാനോയെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എന്തു തോന്നുന്നു നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പെർഫോം ചെയ്തു പോകുന്നു? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ക്രിസ്ത്യാനോയെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനോ എനിക്കെതിരെ ഗോളുകൾ അടിച്ചിട്ടുണ്ട്, അതങ്ങനെ കഴിഞ്ഞുപോയി. ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഞാൻ കളിക്കിടയിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ കളി നിർത്തരുത്. ഈ ലെവലിൽ നിങ്ങൾക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും വർഷങ്ങൾ നിങ്ങൾ കളി തുടരണം, എൻജോയ് ചെയ്ത് പോകണം. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ആളൊപ്പം നിന്നോളണം. അതല്ല ബോക്സിൽ 1 ഇഞ്ച് സ്പേസ് കൊടുത്താൽ നിങ്ങൾ തീർന്നു എന്നാണ് കന്നോര പറഞ്ഞത്. സ്നീക്കറാണ് ഒരു അപ്പൊ ആ രീതിയിൽ എപ്പോഴും പതുങ്ങി എവിടെ എത്താവുന്ന ഒരാളാണ്. എസ്പെഷ്യലി ബോക്സിൽ ഫൈനൽ തേർഡിൽ അല്ലെങ്കിൽ ബോക്സിന്റെ കേസിൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ വളരെ ഡേഞ്ചറസ്. എവിടെ എങ്ങനെയാണ് എത്തുകയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതാണ് കന്നോര പോലെ ഒരാളാണ് ഈ പറയുന്നത്. 1 ഇഞ്ച് സ്പേസ് കൊടുത്താൽ നിങ്ങൾ തീർന്നു എന്നാണ് കന്നോര പറയുന്നത്. അതോടൊപ്പം കന്നോര ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുമ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലാണ് വലിയ ഡൊമിനേഷൻ എന്ന് പലരും കരുതിയത്. അപ്പോൾ ക്രിസ്ത്യാനോ കളിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. അവിടുന്ന് വന്നിട്ട് ഏഷ്യയിൽ കളിച്ചിട്ട് ഇവിടെ വേൾഡ് കപ്പിൽ ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതിപ്പോൾ ഉസ്ബെക്കിൻ്റെ കോച്ചായതുകൊണ്ടുകൂടി പറയുകയാണ്, ആൾ ഏഷ്യൻ ടീമിൻ്റെ കോച്ചായതുകൊണ്ടുകൂടി പറയുകയാണ്. അപ്പോൾ ഫുട്ബോളിന് പഴയ പോലെ ബോർഡറുകളില്ല, ഫുട്ബോളിന് അങ്ങനെ ഒരു റൈസൺ ഇല്ല, എല്ലായിടത്തും ഇപ്പോൾ നല്ല രൂപത്തിൽ കളി വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനൊരു വളർച്ച ഉസ്ബെക്കിൻ്റെ കളി കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉസ്ബെക്കിന്റെ കളിയിൽ ചില ഫ്ലാഷുകൾ ഉണ്ടായിരുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മുഴുവനായിട്ടില്ലെങ്കിൽ കൂടി അത് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, വർഷങ്ങൾക്ക്. അതൊരു എവല്യൂഷൻ പരിണാമമാണ്. ഇപ്പൊ ജപ്പാനൊക്കെ ആ രീതിയിൽ പരിചയപ്പെട്ടത്, ജപ്പാന്, സൗത്ത് കൊറിയ. പക്ഷെ എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ എന്തുകൊണ്ടാണ് രീതിയിലേക്ക് വരാത്തത്? ഒരു ടൈമിൽ സൗദി അറേബ്യ ഇറാനും ആയിരുന്നു പ്രധാനമായിട്ട്. ഇപ്പൊ സൗത്ത് കൊറിയ ഒക്കെ ആയിരുന്നു ഏഷ്യയുടെ മേലുല്ലാസായിട്ട് വേൾഡ് കപ്പിലുള്ള ഒരു പ്രസൻസ്. ഇപ്പോൾ നിലവിൽ സത്യം പറഞ്ഞെങ്കിൽ ജപ്പാന്, അതേപോലെ തന്നെ സൗത്ത് കൊറിയ, ഇത് മാത്രമേ എടുത്തു കാണിക്കാനുള്ളൂ. അവിടെ വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഈ വലിയ വേദികളിലേക്ക് വരും, വേൾഡ് കപ്പ് പോലുള്ള വേദികളിലേക്ക് വരുമ്പോൾ സൗദിക്ക് കഴിയാത്ത കൂടുതൽ വിജയങ്ങളില്ല. അത് മാത്രമല്ല വൻ മാർജിനിലൊക്കെ കളികൾ ജയിക്കുന്നു എന്നുള്ളത്, തോൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ടില്ല. അതെ, ആദ്യത്തെ വേൾഡ് കപ്പാണ്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും നല്ല വിജയം നേടിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. അടുത്ത കളിയാണ് ശരിക്കും ടെസ്റ്റ് എന്ന് പറയുന്നത് കൊളംബിയയാണ്. അപ്പോൾ ആ കളിയിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.